കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ യുദ്ധകാന്ഡം സർഗം 1 27ാമത്തെ ശ്ലോകം ചൊല്ലിയാണ് നിർത്തിയത്. അപ്പോൾ ഹനുമാൻ അവിടുത്തെ ലങ്കയിലത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇനി പോവാൻ റെഡിയായി എന്നുള്ള നിലയായി ഭഗവാൻ അപ്പോൾ സുഗ്രീവനോട് പറഞ്ഞു, എല്ലാ വാനരന്മാരെയും ഒരുക്കി നിർത്തിക്കോളൂ, നമുക്ക് പോവാൻ റെഡിയായി എന്ന് പറഞ്ഞു അല്ലേ. ഇനി 28, 29 വായിക്കാം. ഇദാനീമേവ വിജയോ മുഹൂർത്ത പരിവർത്തതേ അസ്മിൻ മുഹൂർത്തേ ഗത്വാഹം ലങ്കാം രാക്ഷസങ്കുലാം. 29 സപ്രകാരാം സുദുർധർഷാം നാശയാമി സരാവണാം ആനേഷ്യാമി ച സീതാം മേ ദക്ഷിണാക്ഷി സ്ഫുരത്യഥഃ. വിജയ മുഹൂർത്ത, വിജയം എന്ന് പറയപ്പെടുന്ന മുഹൂർത്തം ഇദാനീം ഏവ, ഇപ്പം തന്നെയാണ് നമുക്ക് പുറപ്പെടാനുള്ള സമയം. മുഹൂർത്തം പരിവർത്തതെ തുടങ്ങിയിരിക്കുന്നു, ഇപ്പോൾ വിജയം വരിക്കാനുള്ള മുഹൂർത്തമായിന്ന്. അഹം ഞാൻ അസ്മിൻ മുഹൂർത്തെ, ഈ മുഹൂർത്തത്തിൽ ഗത്വ പോയിട്ട് രാക്ഷസങ്കുലാം രാക്ഷസന്മാർ നിറഞ്ഞിരിക്കുന്നതും സപ്രാകാരം അതിന് മതിൽ ചുറ്റോടുകൂടിയും ഇരിക്കുന്ന സരാവണാം രാവണനോട് കൂടിയതുമായ സുദുർധർഷാം ലങ്കാം വളരെ ആക്രമിക്കാൻ വളരെ വിഷമുള്ള ലങ്കയെ നാശയാമി നശിപ്പിക്കുന്നേൻ. അതായത് വളരെ ഡിറ്റർമിൻഡായിട്ട് പറയണ ശ്രീരാമനെയും. സീതാം ആനേഷ്ടാമി, എന്നിട്ട് ഞാൻ സീതയെ തിരിച്ചു കൊണ്ടുവരും. മേ ദക്ഷിണാക്ഷി, എൻ്റെ വലത്തെ കണ്ണ് അധസ്ഫുരതി തുടിക്കുന്നു, എൻ്റെ വലത്തെ കണ്ണ് തുടിക്കേണ്ട. ആണുങ്ങൾക്ക് വലത്തെ കണ്ണ് തുടിച്ചാൽ നല്ലത് വരുന്നാണല്ലോ പറയുക, അതാണ് പറയുന്നത്. ഹേ സുഗ്രീവ, വിജയം എന്ന പേരായിട്ടുള്ള മുഹൂർത്തമാണ് ഇപ്പോൾ, നല്ല മുഹൂർത്തമാണ് നമുക്ക് പുറപ്പെടാൻ. ആ മുഹൂർത്തത്തിൻ്റെ പേര് വിജയം എന്നാണ്. ഈ ശുഭാവസരത്തിൽ പുറപ്പെടുന്ന ഞാൻ രാക്ഷസന്മാരാൽ നിറഞ്ഞ് നിൽക്കുന്നതും വലിയ വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ടും ഇരിക്കുന്ന രാവണനോടും കൂടിയിരിക്കുന്ന ലങ്ക അന്യന്മാരാൽ ആക്രമിക്കപ്പെടുവാൻ പറ്റാത്തതാണെങ്കിലും, സാധാരണ ആരാലും ആക്രമിക്കാൻ സാധിക്കാത്തതാണെങ്കിലും അതിനെ നശിപ്പിച്ച് സീതയെ കൊണ്ടുവരും ഞാൻ. വിജയസൂചകമായിട്ട് എൻ്റെ വലത്തെ കണ്ണ് തുടിക്കണു എന്ന് പറഞ്ഞു. സുഗ്രീവനോട് പറഞ്ഞു, ശരിക്കും ആർക്കും പ്രാപ്യമല്ലാത്തൊരു സ്ഥലമാണ് ലങ്ക, എങ്കിലും നല്ല മുഹൂർത്തമാണ്. ഈ മുഹൂർത്തത്തിൽ ഞാൻ പുറപ്പെട്ടാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇങ്ങനെ മതിൽ അകത്തിരിക്കുന്ന രാവണനോട് കൂടിയിട്ട് ലങ്കയെ മുഴുവൻ നശിപ്പിച്ചിട്ട് ഞാൻ സീതയെ തിരിച്ചു കൊണ്ടുവരും. അതിന് വിജയസൂചകമായിട്ട് എൻ്റെ വലത്തെ കണ്ണ് തുടിക്കണു പറഞ്ഞു. ഇദാനീമേവ വിജയോ മുഹൂർത്ത പരിവർത്തതേ അസ്മിൻ മുഹൂർത്തേ ഗത്വാഹം ലങ്കാം രാക്ഷസങ്കുലം സപ്രകാരം സുദുർധർഷാം, നിറച്ചു മതിലുകളൊക്കെ ഉണ്ട് പറഞ്ഞുല്ലോ. നാശയാമി സരാവണാം, രാവണനെ നശിപ്പിക്കും. ആനേഷ്യാമി ച സീതാം, സീതയെ കൊണ്ടുവരും. മേ ദക്ഷിണാക്ഷി സ്ഫുരത്യഥ, എൻ്റെ ദക്ഷിണ അക്ഷി പറഞ്ഞ കണ്ണ്, എൻ്റെ വലത്തെ കണ്ണ് തുടിക്കുന്നുണ്ട്. അതൊരു നല്ല ലക്ഷണമാണെന്ന് പറയണം. അതായത് ഭഗവാനിപ്പം നല്ല മുഹൂർത്തം നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ലോകമര്യാദ അതാണല്ലോ, നല്ല മുഹൂർത്തമായിട്ടല്ലേ എന്തിനെങ്കിലും ഒന്നിന് പുറപ്പെടുള്ളൂ, അത്രയേ ഉള്ളൂ. ഭഗവാനെ എപ്പോൾ പോയാലും വിജയമാണല്ലോ. പ്രയാതു വാഹിനി സർവാവാനരാണം തരസ്വിനം രക്ഷന്തു യൂഥപാഹ സേനാം അഗ്രേ പൃഷ്ഠേ ച പാർശ്വയോ. തരസ്വിനാം ചലോ, നല്ല ബലവാന്മാരായ, പൃഷ്ഠേ ച പാർശ്വയോ തരസ്വിനാം, അതായത് തരസ്വിനാം ചാൽ നല്ല ബലിഷ്ഠന്മാരായ വാനരന്മാരുടെ സർവവാഹിനി, ആ സൈന്യവും പ്രയാണം ചെയ്യട്ടെ. നിങ്ങളെ സുഗ്രീവനോട് പറയണേ, സുഗ്രീവൻ്റെ കീഴിൽ അനവധി ബലവാന്മാരായിട്ടുള്ള വാനരന്മാരുണ്ടല്ലോ, അവരും എൻ്റെ കൂടെ വരട്ടെ.
പിന്നെയോ സേനയെ യൂഥപാഹ, സേനയുടെ തലവന്മാർ, അഗ്രേ മുമ്പിലും, പുഷ്ഠേ പിന്നിലും, പാർശ്വയോച്ച ഇരുഭാഗങ്ങളിലും രക്ഷന്തു രക്ഷിക്കട്ടെ. അതായത് നല്ല ശക്തിയുള്ള കുരങ്ങന്മാർ സൈന്യത്തിന് മുമ്പിലും സൈഡിലും ഒക്കെ കാത്തു നിന്ന് രക്ഷിക്കട്ടെ. എല്ലാ ശ്രേഷ്ഠന്മാരായിട്ടുള്ള വാനരന്മാരെയും അല്ലാത്തവരെയൊക്കെ സൈന്യം റെഡി ആയിക്കോട്ടെ. പക്ഷേ സൈന്യത്തിൻ്റെ മുമ്പിൽ, ഏറ്റവും മുമ്പിലും സൈഡിലും, 2 സൈഡിലും പിന്നാപ്പുറത്തും ഒക്കെ ഈ സൈന്യത്തിനെ രക്ഷിക്കാനായിക്കൊണ്ട് ബലവാന്മാരായിട്ടുള്ള വാനരന്മാരെ നിർത്തണം. മുഴുവനും എൻ്റെ കൂടെ വന്നോട്ടെ എന്നാണ്. എന്നിട്ട് അങ്ങനെ പറഞ്ഞോ. ഇനി അത് വായിച്ചിട്ട് നമുക്ക് അതിലേക്ക് പോവാം. പിന്നെ പ്രയാതുവാഹിനി സർവാ വാനരാണാം തരസ്വിനാം രക്ഷന്തു യൂഥപാഹ സേനാം അഗ്രേ പൃഷ്ഠേ ച പാർശ്വയോः. 31. ഹനുമന്തമഥാരുഹ്യ ഗച്ഛാമ്യഗ്രേ ഗദം തതഃ ആരുഹ്യ ലക്ഷ്മണോ യാതു സുഗ്രീവ ത്വം മയാ സഹ. ഹനുമന്തം, ഹനുമാനെ ആരുഹ്യ, ഹനുമാൻ്റെ തോളത്ത് കയറിയിട്ട് അഗ്രേ ഗച്ഛാമി, ഞാൻ മുമ്പിൽ നടക്കാം, എന്നെ ഏറ്റിയിട്ട് ഹനുമാൻ മുമ്പിൽ നടക്കട്ടെ. തതഃ അനന്തരം അംഗദ ആരുഹ്യ, അംഗദൻ്റെ തോളിൽ കയറിയിട്ട് ലക്ഷ്മണൻ യാതു യാനം ചെയ്യട്ടെ, എന്നെ ഹനുമാൻ തോളിലേറ്റട്ടെ, ഇനി ഞാൻ മുമ്പിൽ നടക്കാം. ലക്ഷ്മണനെ ബാലിയുടെ മകനായിട്ടുള്ള അംഗദൻ തോളിലേറ്റട്ടെ. സുഗ്രീവാലയോ സുഗ്രീവാത്വം നീ മയാ സഹ, നീ എപ്പോഴും എന്നോട് കൂടെ വേണം. ഹനുമാൻ്റെ തോളിൽ കയറിയിട്ട് ഞാൻ ഏറ്റവും മുമ്പിൽ നടക്കാം. പിന്നാലെ ലക്ഷ്മണൻ അംഗദൻ്റെ തോളിലിരുന്നിട്ട് വരട്ടെ. ഹേ സുഗ്രീവ, നീ എന്നോടൊരുമിച്ച് തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഹനുമന്തമഥാരുഹ്യ ഗച്ഛാമ്യഗ്രേ ഗദം തതഃ ആരുഹ്യ ലക്ഷ്മണോ യാതു സുഗ്രീവത്വം മയാ സഹ. 32, 33. ഗയോ ഗവാക്ഷോ ഗവയോ മൈന്ദോ ദ്വിവിധ ഏവ ച നളോ നീല സുഷേണശ്ച ജാംബവാശ്ച തഥാ പരേ. പേരുകളാണ് വാനരന്മാരുടെ. സർവേ ഗച്ഛന്തു സർവത്ര സേനായാഃ ശത്രുഘാതിന ഇത്യാജ്ഞാപ്യ ഹരീൻ രാമഃ പ്രതസ്ഥേ സഹ ലക്ഷ്മണ സുഗ്രീവസഹിതോ ഹർഷാൽ സേനാമധ്യേ ഗതോ വിഭുഃ. സേനയുടെ സർവത്ര മീൻസ് എല്ലാ ഭാഗത്തും, ശത്രുഘാതിന ശത്രുക്കളെ കൊല്ലുന്ന, സർവരും ഗച്ഛന്തു ഗമിക്കട്ടെ. ശത്രുക്കളെ കൊല്ലാൻ കെൽപ്പുള്ള എല്ലാവരും എല്ലാ ഭാഗത്തും നിൽക്കണം എന്ന് പറയുകയാണ്. ഇപ്രകാരം ഹരീൻ വാനരന്മാരെ ആജ്ഞാപ്യ കൽപ്പന കൊടുത്തിട്ട്, വാനന്മാർക്ക് കൽപ്പന നൽകിയിട്ട്, സേനാമധ്യഗത സേനയുടെ മധ്യത്തിൽ ചെന്നിട്ട്, വിഭു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇവിടെ, സഹലക്ഷ്മണ ലക്ഷ്മണനോടുകൂടിയിരിക്കുന്ന രാമൻ സുഗ്രീവസഹിത സുഗ്രീവനോട് ചേർന്നവനായിട്ട്, ഹർഷാദ് പ്രതസ്ഥേ സന്തോഷത്തോടു കൂടി പുറപ്പെട്ടു എന്ന്. പ്രതസ്ഥേ പറഞ്ഞാൽ പ്രസ്ഥാനം ചെയ്തു, അതായത് പുറപ്പെട്ടു. അപ്പോൾ ശത്രുക്കളെ കൊല്ലാൻ അതിസമർത്ഥന്മാരായിരിക്കുന്നവരുടെ പേരാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ശത്രുക്കളെ സംഹരിക്കാൻ അതിസമർത്ഥന്മാരായിരിക്കണ ഗയൻ, ഗവാക്ഷൻ, ഇതൊക്കെ വാനന്മാരുടെ പേരാട്ടോ. ഗയൻ, ഗവാക്ഷൻ, ഗവയൻ, മൈന്ദൻ, ദ്വിവിധൻ, നളൻ, നീലൻ, സുഷേണൻ, ജാംബവാൻ, ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട വാനന്മാർ. മുതലായ എല്ലാവരും സേനയുടെ സർവ്വഭാഗത്തും സഞ്ചരിക്കട്ടെ, എല്ലാവരെയും കാത്തുരക്ഷിക്കാൻ. ഇപ്രകാരം വാനരന്മാരോട് ആജ്ഞാപിച്ചതിന് ശേഷം സൈന്യത്തിൻ്റെ എല്ലാ സൈന്യത്തിൻ്റെയും നടുക്ക് നിൽക്കുന്നവനും സുഗ്രീവനോടും ലക്ഷ്മണനോടും കൂടിയവനും എല്ലാം വേണമെങ്കിൽ തന്നെ നടത്താൻ വിഭുവാണല്ലോ പ്രാപ്തനുമായ ശ്രീരാമചന്ദ്രൻ സന്തോഷത്തോടു കൂടി പുറപ്പെട്ടു എന്ന് പറയണം. ഗയോ ഗവാക്ഷോ ഗവയോ മൈന്ദോ ദ്വിവിധ ഏവ ച നളോ നീല സുഷേണശ്ച ജാംബവാംശ്ച തഥാ പരേ സർവേ ഗച്ഛന്തു സർവത്ര സേനായാഃ ശത്രുഘാതിനഃ. അതാണ് ശത്രുക്കളെ കൊല്ലാൻ സമർത്ഥന്മാരായിട്ടുള്ളത്. ഇത്യാജ്ഞാപ്യ ഹരീൻ രാമഃ പ്രതസ്ഥേ സഹ ലക്ഷ്മണം
സുഗ്രീവസഹിതോ ഹർഷാൽ സേനാമധ്യേ ഗതോ വിഭു. ഉത്സാഹമായി സുഗ്രീവനെയും കൂട്ടി സേനയുടെ മധ്യത്തിൽ നിന്നു. ഇനി പോവാന്ന് പറഞ്ഞ് പുറപ്പെട്ടു. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. വാരണേന്ദ്രനിഭാഹ സർവേ വാനരാഹ കാമരൂപിണ ക്ഷേളന്ത പരിഗർജന്തോ ജഗ്മുസ്തേ ദക്ഷിണം ദിശം. വാരണേന്ദ്രനിഭാഹ, ഐരാവതത്തിൻ്റെ അത്ര വലിപ്പമുള്ളവരും. വാരണേന്ദ്രൻ ആരാണ്? പർവ്വതങ്ങളുടെ ഇന്ദ്രൻ ഐരാവതം. അല്ല, സോറി, തെറ്റി പറയാം. ആനകളുടെ രാജാവ്, ഏറ്റവും വലിയ ആന ഐരാവതം. 4 കൊമ്പനൊക്കെ അല്ലേ ഇന്ദ്രൻ്റെ. വാരണേന്ദ്രൻ നിഭം പിന്നെ ആനയാണ്. വാരണേന്ദ്രൻ നിഭ, ഐരാവതത്തിന് തുല്യമായിട്ടുള്ള വരും. കാമരൂപിണ, ഇഷ്ടം പോലെ ആകൃതി, അതായത് ഇഷ്ടം പോലെ അവനവന് ഇഷ്ടം പോലുള്ള പിന്നെ രൂപം കൈക്കൊള്ളാൻ കഴിവുള്ളവർ. കാമരൂപിണ ചന്ത, രൂപം, ഇഷ്ടമുള്ള രൂപം ധരിക്കാൻ പറ്റുന്നവരും. അതാണ് ഐരാവതത്തിൻ്റെ അത്ര വലിപ്പമുള്ളവരും ഇഷ്ടം പോലെ ഏതാകൃതി വേണമെങ്കിൽ ധരിക്കാൻ കഴിവുള്ളവരുമായ സർവേ വാനര, എല്ലാ വാനരന്മാരും ക്ഷ്വേളന്തഃ, യുദ്ധത്തിനുള്ള പിന്നെ യുദ്ധത്തിന് മുമ്പുള്ള ആ ഓരോ ചേഷ്ടകളൊക്കെ കാട്ടുന്നവരും. പരിഗർജന്ത, ദേഷ്യം വന്നിട്ട് യുദ്ധത്തിന് റെഡിയാവുമ്പോൾ എന്തൊക്കെയാണ് സാധാരണ കുരഞ്ഞന്മാർ കാട്ടുക, അതൊക്കെ കാട്ടുക. പരിഗർജന്ത, ഉച്ചത്തിൽ ഗർജിക്കുന്നവരുമായിട്ട് തേ അവർ ദക്ഷിണം ദിശം, ഉത്സാഹമായി അവർക്കൊക്കെ തെക്കേ ദിക്കിനെ ജഗ്മുഗമിച്ചു. ഇന്ദ്രൻ്റെ വാഹനമായിട്ടുള്ള ഐരാവതം പോലെ വലിയ ദേഹം ഉള്ളവരും ഇഷ്ടം പോലെ ഏതാകൃതി വേണമെങ്കിൽ ധരിക്കാൻ കഴിവുള്ളവരുമായ എല്ലാ വാനരന്മാരും യുദ്ധത്തിന് എന്തൊക്കെയാണ് അവർ ചെയ്യാന്നൊക്കെ കാണിച്ചും കൊണ്ട് ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് തെക്കുദിക്കിനെ ലക്ഷ്യമാക്കി നടന്നു എന്ന്. അതായത് ശ്രീരാമൻ തന്നെ പോവുക നമുക്കെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ നല്ല ധൈര്യമായി. കാരണം ശ്രീരാമൻ അവർക്ക് ശരിക്കും പറയാച്ചാൽ സൂക്ഷ്മരൂപത്തിൽ അവർക്കൊക്കെ എനർജി കൊടുത്തിട്ടുണ്ടാവും, ചൈതന്യം. അവരുടെ സാധാരണ വാനന്മാർക്കുള്ള ചൈതന്യത്തിനേക്കാളും ചൈതന്യം അവർക്ക് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടും ഭഗവാന്റെ മായാശക്തി കൊണ്ടും ലഭിച്ചിട്ടുണ്ടാവും. അതാണ് അവർക്ക് ഇത്ര ഉത്സാഹമായത്. അതാണ് യുദ്ധത്തിൽ പോകാൻ ഭാവിക്കുന്ന സൈന്യങ്ങളോട് രാജാവിനെ നേരിട്ട് കൽപ്പിക്കുമ്പോൾ ഒരു അധികം പിന്നെ ഉത്സാഹം ഉണ്ടാവുമല്ലോ. രാജാവ് കൂടെ ഉണ്ടല്ലോ, ഭഗവാൻ കൂടെ ഉണ്ടേനും. വാരണേന്ദ്രനിഭാഹ സർവേ വാനരാഹ കാമരൂപിണ ക്ഷേളന്ത പരിഗർജന്തോ ജഗ്മുസ്തേ ദക്ഷിണം ദിശം. ദക്ഷിണദിക്ക് നോക്കി അവർ വേഗം നടന്നു. ഭക്ഷയന്തോ യയു സർവേ ഫലാനി ച മധൂനി ച ബ്രുവന്തോ രാഘവസ്യാഗ്രേ ഹനിഷ്യാമോദ്യ രാവണം ഏവം തേ വാനരശ്രേഷ്ഠ ഗച്ഛന്ത്യതുലവിക്രമാഹ. ഫലാനി മീൻസ് പഴങ്ങളും മധൂനി തേനും ഭക്ഷിക്കുന്നവരും അദ്യ രാവണം ഇപ്പോൾ രാവണനെ ഹനിഷ്യാമ ഞങ്ങൾ കൊല്ലും ഇതി രാഘവസ്യ അഗ്രേ എന്ന് ഭഗവാന്റെ മുമ്പിൽ രാമൻ്റെ മുമ്പിൽ ബ്രുവന്ത പറയുന്നവരുമായിട്ട് ഏവം ഇപ്രകാരം അതുലവിക്രമാഹ അങ്ങേയറ്റം അതായത് അതുല്യമായ പരാക്രമത്തോടു കൂടിയ വാനരശ്രേഷ്ഠന്മാർ ഗച്ഛന്തി ഗമിക്കുന്നു. അവർ വഴിയിലൊക്കെ ധാരാളം ഫ്രൂട്ട്സും തേനും ഫ്രൂട്ട്സൊക്കെ ധാരാളം പഴങ്ങളും കഴിച്ച് തേനും കുടിച്ച് ഇപ്പം തന്നെ ഞങ്ങൾ രാവണനെ വധിക്കും എന്ന് ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞും കൊണ്ട് ആ മഹാവീര പരാക്രമശാലികളായ വാനരശ്രേഷ്ഠന്മാർ മുമ്പിലേക്ക് നടന്നുകൊണ്ടിരുന്നു, അതായത് പോയിക്കൊണ്ടിരുന്നു. ഭക്ഷയന്തോ യയു സർവേ ഫലാനി ച മധൂനി ച ബ്രുവന്തോ രാഘവസ്യാഗ്രേ ഹനിഷ്യാമ്യോദ്യ രാവണം ഞങ്ങൾ രാവണനൊക്കെ കൊന്നോളാം എന്ന് പറഞ്ഞ ഉത്സാഹമായിട്ടെ. ഏവം ദേ വാനരശ്രേഷ്ഠ ഗച്ഛന്തി അതുലവിക്രമാഹ. അതുലവിക്രമന്മാരാണ്, നല്ല വീരശൂരപരാക്രമികളാണ്. 36 ഹരിഭ്യാമുഹ്യമാനൗ തൗ ശുശുഭാതേ രഘൂത്തമൗ നക്ഷത്രൈഃ സേവിതൗ യദ്വച്ചന്ദ്രസൂര്യാവിവാംബരേ. ഹരിഭ്യാം 2 വാനരന്മാരാൽ
ഉഹ്യമാനോ വഹിക്കപ്പെടുന്ന, അതായത് ഹനുമാൻ ശ്രീരാമനെയും അംഗദൻ ലക്ഷ്മണനെയും ഏറ്റിട്ടുണ്ടല്ലോ. തൗ രഘൂത്തമോ, ആ രഘുശ്രേഷ്ഠന്മാർ 2 പേർ അമ്പരെ ആകാശത്തിൽ നക്ഷത്രൈഹി നക്ഷത്രങ്ങളാൽ സേവിക്കപ്പെടുന്ന ചന്ദ്രസൂര്യവും യദ്വതിവ ചന്ദ്രസൂര്യന്മാരെ പോലെ ശുശുഭാതെ വെച്ചാൽ ശോഭിച്ചു എന്ന്. ശുശുഭാതെ എന്താ പറയുക വെച്ചാൽ ഹനുമാൻ ശ്രീരാമനെയും ഏറ്റിട്ടുണ്ട്, അംഗദൻ ലക്ഷ്മണനെ ഏറ്റിട്ടുണ്ട്. അപ്പം അവർ അങ്ങനെ ഏറ്റി നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ വാനര സൈന്യം മുഴുവനെ ഉണ്ട്. അത് കണ്ടാൽ എന്താ തോന്നുന്നതെന്നാണ് പറഞ്ഞറിയോ? ഹനുമാനാൽ ഈ വഹിക്കപ്പെടുന്ന ശ്രീരാമനും അംഗദനാൽ വഹിക്കപ്പെടുന്ന ലക്ഷ്മണനും ബാക്കി ചുറ്റും ഉള്ള വാനരന്മാരുടെ നടുവിൽ നിൽക്കണ കണ്ടാൽ എന്താ തോന്നുക? ആകാശത്തിൽ നക്ഷത്രങ്ങളുടെ നടുക്ക് നിൽക്കണ ചന്ദ്രസൂര്യന്മാരെന്ന പോലെ രാമനും ലക്ഷ്മണനും ശോഭിച്ചു. അപ്പോൾ ഇവിടെ രാമൻ സൂര്യൻ, ലക്ഷ്മണൻ ചന്ദ്രൻ, വാനരന്മാരൊക്കെ നക്ഷത്രം എന്ന് പറയുകയാണ്. അതുപോലെ ശോഭിച്ചു എന്ന്. അതായത് വാനര സൈന്യം കുറേ ഉണ്ട്, നക്ഷത്രങ്ങൾ കുറേ ഉണ്ടാവില്ല അതുപോലെ. പിന്നെ അതായത് അതിനാണ് ആകാശ സദൃശം എന്ന് പറഞ്ഞതേ. അതായത് ശ്രീരാമൻ നല്ല ശാന്തഗംഭീരനായിട്ടിരിക്കുന്നുണ്ടെന്ന് കാണിക്കാനാണ് ശ്രീരാമനെ ചന്ദ്രനാണത്രേ. ലക്ഷ്മണനാണെങ്കിലോ അങ്ങനെയാണ്. ഞാൻ നേരെ വിചാരിച്ചായിരുന്നു കേട്ടോ പണ്ട്. അപ്പം പറഞ്ഞത് എന്താ ഓർമ്മയില്ലേ? എന്തായാലും ഞാൻ മുമ്പ് വിചാരിച്ചത് ശ്രീരാമൻ സൂര്യനും ലക്ഷ്മണൻ ചന്ദ്രനും എന്നാണ് മനസ്സുകൊണ്ട് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഞാൻ വിചാരിച്ചതല്ല. അതായത് പിന്നെ ഞാനൊരു വ്യാഖ്യാനത്തിൽ എന്താ വായിച്ചാൽ ശ്രീരാമൻ നല്ല ശാന്തഗംഭീരനായിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ശ്രീരാമനാണത്ര ചന്ദ്രൻ. അതായത് എന്ത് വന്നാലും എന്താ പറയുക, ഒരു ശാന്തതയും ഒരു ചന്ദ്രൻ നല്ല കൂളായിട്ടാണല്ലോ എപ്പോഴും പിന്നെ കുളിര് തരുന്നതല്ലേ. അപ്പം അങ്ങനെ എല്ലാവർക്കും കുളിര് നൽകുന്നവനും ശാന്തഗംഭീരനുമായിട്ടുള്ള ശ്രീരാമനാണ് ചന്ദ്രൻ. പിന്നെ കുറച്ച് വേഗം ദേഷ്യമൊക്കെ വരുള്ളൂ ലക്ഷ്മണനൊക്കെ. കുറച്ചൊരു ദുശുണ്ഠിയൊക്കെ ഉള്ള ആളായതുകൊണ്ട് ലക്ഷ്മണനാണ് ഇവിടെ സൂര്യൻ എന്നാണ് പറയുന്നത്. ഏതായാലും ഇവർ ആ വാനരന്മാരുടെ മധ്യത്തിൽ നിൽക്കുന്നത് കണ്ടാൽ പിന്നെ നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുന്ന സൂര്യചന്ദ്രന്മാരാണെന്ന് തോന്നും എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഹരിഭ്യാമുഹ്യമാനൗ തൗ ശുശുഭാതേ വെച്ചാൽ ശോഭിക്കണമെന്ന്. ശുശുഭാതേ രഘുത്തമൗ നക്ഷത്രൈഹി സേവിതൗ യദ്വചന്ദ്രസൂര്യാവിവാംബരെ നക്ഷത്രങ്ങളാൽ സേവിക്കപ്പെടുന്ന ചന്ദ്രസൂര്യന്മാരെ പോലെയാണ് വാനരന്മാരാൽ സേവിക്കപ്പെടുന്ന ശ്രീരാമ ഭഗവാനും ലക്ഷ്മണനും കാണുമാറായത് എന്ന് പറയണം. ഇനി നമുക്ക് 3 ശ്ലോകം കൂടിയും ചെയ്താൽ നിർത്തേണ്ടി വരും. 38, 39, 40 ചെല്ലാം. ആവൃത്യ പൃഥിവീം കൃഷ്ണാം മഹദീ ചമൂഹു പ്രസ്ഫോടയന്ത പുച്ഛാഗ്രാനുദ്വഹന്തശ്ച പാദപാൻ ശൈലാനാരോഹയന്തശ്ച ജഗ്മുർമാരുതവേഗതാ അസംഖ്യാതാശ്ച സർവത്ര വാനരാः പരിപൂരിതാः. 40 ഹൃഷ്ടാസ്തേ ജഗ്മുരത്യർത്ഥം രാമേണ പരിപാലിതാः ഗതാ ചമൂർദിവാരാത്രം ക്വചിന്നാസജ്ജതക്ഷണം എന്തറിയോ? അസംഖ്യാതാഹ, അതായത് അസംഖ്യം, എണ്ണാൻ പറ്റാത്ത അത്രേ. സർവത്ര പരിപൂരിത, എല്ലാ ഭാഗത്തും നിറഞ്ഞ് അസംഖ്യം വാനരാഹ വാനരന്മാർ പുച്ഛാഗ്രാൻ വാലിൻ്റെ അറ്റങ്ങളെ പ്രസ്ഫോടയന്തം വാലിൻ്റെ അറ്റം ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇങ്ങനെ കട്ടക്കട്ടേന്ന് വാലുകൊണ്ട് അടിക്കുന്നുണ്ട് അവരുടെ വാലേ. പാദപാൻ വൃക്ഷങ്ങളെ ഉദ്വഹന്താച്ച വൃക്ഷങ്ങളൊക്കെ പുഴക്കി കയ്യിലെടുത്തിട്ടുണ്ട് ഉദ്ദഹിക്കുന്നവരും. ശൈലാൻ പർവ്വതങ്ങളെ ആരോഹയന്ത കയറിമറിയുന്നവരുമായിട്ട് ഗമിച്ചു ഉരുവൈ. ക്ഷീണമില്ലാണ്ട് അനവധി വാനരന്മാരെ, സംഖ്യയില്ലാത്ത അത്ര വാനരന്മാരെ സന്തോഷത്തിൽ വാലൊക്കെ ഇട്ടടിച്ച് വൃക്ഷങ്ങളെയൊക്കെ പറിച്ച് പർവ്വതങ്ങളെയൊക്കെ നിഷ്പ്രയാസം കയറി മറിഞ്ഞു
കൃത്സ്നാം പൃഥിവീം, ഈ ഭൂമിയെ മുഴുവൻ ആവൃത്യ മറച്ചിട്ട് മഹതി ചമു, ഭൂമി മുഴുവൻ പറയുന്നത്ര അത്ര വാനരന്മാരുണ്ട്, അത്ര മഹത്തായ സേന മാരുതവേഗത വായുവേഗത്തിൽ ജഗാമ ഗമിച്ചു. രാമേണ രാമനാൽ പരിപാലിതാഹ പരിപാലിക്കപ്പെടുന്നവരും അത്യർത്ഥം ഏറ്റവും, അത്യർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും ഹൃഷ്ടാഹ സന്തോഷിക്കുന്നവരുമായിട്ട് ജഗ്മു സഞ്ചരിച്ചു. ഭഗവാന്റെ ആ സാന്നിധ്യം കൊണ്ട് അവർക്ക് എന്തൊന്നില്ലാത്ത സന്തോഷം. ചമൂഹു സേന ദിവാരാത്രം, പകലും രാത്രിയും ഗത ഗമിച്ചു. ഒരു പകലും രാത്രി അവർ ഇങ്ങനെ നടന്നു. ക്വചിത് ഒരു ദിക്കിലും ക്ഷണം അല്പസമയവും ന അസജ്ജത, ക്വചിത് ക്ഷണം ചെന്ത ഒരു ദിക്കിലും അല്പസമയവും ന അസജ്ജത വിശ്രമിച്ചില്ല. എന്താ പറയുക വെച്ചാൽ ഇത്ര മഹത്തായിട്ടുള്ള സേന ഈ ഭൂമിയെ മുഴുവനും മറച്ചുകൊണ്ട് അത്ര വാനരന്മാരുണ്ട് സഞ്ചരിച്ചു. അവരുടെ സന്തോഷം കാണിക്കാൻ വാലിൻ്റെ അഗ്രം, അതായത് വാലിട്ടടിച്ചും വൃക്ഷങ്ങളെ ആയുധങ്ങളായിട്ട് പുറക്കി എടുത്തിട്ടും പർവ്വതങ്ങളുടെ മുകളിലേക്ക് ചാടി കയറിയിട്ടും അങ്ങനെ നടന്നു. അവരുടെ എത്ര വാനരന്മാരാന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന്, അതാണ് അസംഖ്യം എന്ന് പറഞ്ഞത്. എല്ലാ ഭാഗത്തും ഉണ്ട് അവർ. അത് രാമനാൽ പരിപാലിക്കപ്പെടുന്നത് കൊണ്ടായിരിക്കണം അവർക്ക് അങ്ങേയറ്റം സന്തോഷം. ആ രാമസാന്നിധ്യം, പരബ്രഹ്മം തന്നെ ദേഹമെടുത്ത് വന്നതല്ലേ. അപ്പം ആ രാമസാന്നിധ്യത്തിൽ അവർക്ക് വളരെ ഉത്സാഹവും സന്തോഷവും. രാവും പകലും അവരത് നടന്നുകൊണ്ടേയിരുന്നു. ഭക്ഷണത്തിന് സമയമായിട്ട് പോലും ഒരു ദിക്കിലും വിശ്രമിക്കുകയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയെ ഒരു ബ്രേക്ക് എടുക്കുകയോ ഒന്നും ചെയ്തില്ല. അവർ രാവും പകലും ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു ആ സമുദ്രതീരത്ത് എത്താനായിട്ട്. അപ്പോൾ നമുക്ക് ഈ 3 ശ്ലോകം കൂടിയും കഴിഞ്ഞാൽ നമുക്കിവിടെ നിർത്താം. ആവൃത്യ പൃഥിവീം കൃത്സ്നാം ജഗാമ മഹതീ ചമൂഹു, അതാണ് പൃഥിവിയെ മുഴുവൻ മൂടണത്ര കുരഞ്ഞന്മാരുണ്ട്, ഇവരുണ്ട്. അവർ വേഗം പോയി. പ്രസ്ഫോടയന്ത പുച്ഛാഗ്രാൻ ഉദ്വഹന്തശ്ച പാദപാൻ, അതായത് പുച്ഛം വാലിട്ടടിച്ചുകൊണ്ട് സന്തോഷം കാണിക്കാൻ. പിന്നെയോ ഉദ്വഹന്തശ്ച പാദപാൻ, വൃക്ഷങ്ങളെ പുഴക്കി ആയുധമായിട്ട് കയ്യിൽ പിടിച്ചിട്ട്. ശൈലാനാരോഹയന്തശ്ച, ശൈലം ച പർവ്വതത്തിനെ കയറി മറിയും. ജഗ്മുർമാരുതവേഗത, പതുക്കുന്നല്ല നല്ല വായുവേഗത്തിൽ. അസംഖ്യാതാശ്ച സർവത്ര, അസംഖ്യം വാനന്മാരെ. വാനരാഹ പരിപൂരിതാഹ, വാനന്മാരാൽ നിറഞ്ഞു ഭൂമി. അങ്ങനെയാണ്. ഹൃഷ്ടാസ്തേ ജഗ്മുരത്യർത്ഥം, സന്തോഷത്തോടു കൂടി അവർ പോയി. എന്താ കാരണം? രാമേണ പരിപാലിതാഹ, രാമനാൽ പരിപാലിക്കപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് നല്ല ഹൃഷ്ടമാനസന്മാരായിട്ട് എന്താ സന്തോഷത്തോടു കൂടിയിട്ട്. ഗതാ പോയി. ചമൂർദിവാരാത്രം, ആ സൈന്യം രാപ്പകൽ മുഴുവൻ ക്വചിന്നാസജ്ജത ക്ഷണം, ക്വചിക്ഷണം ഒരു നിമിഷം പോലും അസജ്ജത ചാണ്ട വിശ്രമിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും നിന്നില്ല. അവരുടെ ആ ഉദ്ദേശം സാധിക്കാനായിട്ട് ഭഗവാന്റെ കൂടെ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീത ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.